NCP കേരള ഘടകത്തിൽ പിളർപ്പ്. ഇടതുബന്ധം അവസാനിപ്പിച്ച് റജി ചെറിയാന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം UDFിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട്. നീക്കം തോമസ് കെ തോമസ് MLAക്കെതിരായ പടയൊരുക്കത്തിന്റെ ഭാഗമാണെന്നും സൂചനകളുണ്ട്. PC ചാക്കോയെ അനുകൂലിക്കുന്നവരാണ് പാർട്ടി വിടുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ PC ചാക്കോയെ അനുകൂലിക്കുന്നവർ NCPയിൽ നിന്ന് പുറത്തു പോകുന്നു എന്നത് ഒരു കൗതുകമാണല്ലോ. സാധാരണ PC ചാക്കോ പാർട്ടിയിൽ ഏകാധിപത്യം നടപ്പാക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തെ എതിർക്കുന്നവർ പറയുന്നത്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പാർട്ടി വിട്ട് UDFിലേക്ക് പോകുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? വിജയകുമാർ, അത് തന്നെയാണ് അതിലത്തെ ഏറ്റവും വിചിത്രമായ കാര്യം. ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന ചില നേതാക്കന്മാർ തന്നെയാണ് പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന സമ്മർദ്ദ തന്ത്രം നിലവിൽ ഒരുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാന വിഷയം കുട്ടനാട് സീറ്റാണ്. കുട്ടനാട് സീറ്റ് ലഭിക്കുന്നത് സംബന്ധിച്ചാണ് ഈ ഒരു നീക്കം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടനാട്ടിൽ ഈ സീറ്റ് CPIM തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നതായി NCPയിലെ ചില നേതാക്കൾക്ക് ആ രീതിയിലുള്ള സംശയങ്ങളുണ്ട്. കാരണം NCP കാലങ്ങളായിട്ടുള്ള കുട്ടനാട് സീറ്റ് ലഭിക്കുന്നുണ്ടെങ്കിലും ഈ കുട്ടനാട്ടിലെ പല വിഷയങ്ങൾ കാരണം ഈ സീറ്റ് CPIMലേക്ക് ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ NCPയിൽ തന്നെ ആലപ്പുഴയിൽ വലിയ പിളർപ്പാണുള്ളത്. NCP ആലപ്പുഴ ജില്ലയിൽ തന്നെ 3 വിഭാഗങ്ങളുണ്ട്. 2 ജില്ലാ പ്രസിഡന്റുണ്ട്. തോമസ് കെ തോമസിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും ഒപ്പം തന്നെ PC ചാക്കോയെ അനുകൂലിക്കുന്ന റജി ചെറിയാൻ തുടങ്ങിയ മറ്റു ചില നേതാക്കളും. അതുകൊണ്ട് തന്നെ ഇത്തവണ NCPക്ക് ലഭിച്ചാലും CPIMന് ലഭിച്ചാലും സീറ്റ് തങ്ങൾക്ക് ലഭിക്കില്ല എന്നൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് UDFിലേക്ക് പോകാൻ റജി ചെറിയാൻ്റെ നേതൃത്വത്തിലൊരു സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അവർ നിലവിൽ ചർച്ച നടത്തിയിട്ടുള്ളത് ജോസഫ് വിഭാഗമായിട്ടും ഒപ്പം തന്നെ മാണി കാപ്പൻ്റെ NCK മാണി കാപ്പൻ്റെ പാർട്ടിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കുട്ടനാട് സീറ്റ് ആര് നൽകും? UDFിൽ അത് ജോസഫ് വിഭാഗത്തിനുള്ള സീറ്റാണ്. അങ്ങനെ ആ സീറ്റ് നൽകുമെങ്കിൽ പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇത് LDFിൽ തന്നെ CPM നേതാക്കൾ തന്നെ ഇടപെട്ട് ആ ഒരു തീരുമാനം വേണ്ട എന്ന തരത്തിലേക്കുള്ള ചർച്ചയിലേക്ക് വരും എന്ന സമ്മർദ്ദ തന്ത്രം കൂടിയാണെന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം 20-ാം തീയതിക്ക് മുൻപ് അത്തരത്തിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ NCPയിൽ റജി ചെറിയാനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അവർ പാർട്ടി വിടുമെന്ന തീരുമാനത്തിലേക്ക് ഈ മാസം 20-ന് മുൻപ് തന്നെ എത്തിച്ചേരും. വിജയകുമാർ, യെസ്, തോമസ് കെ തോമസിനെതിരായ നീക്കമാണ് ഇപ്പോൾ NCPയുടെ കുട്ടനാട് നടക്കുന്നത്. അതൊരു സമ്മർദ്ദ തന്ത്രമാകാം. പാർട്ടി വിടും, UDFിലേക്ക് പോകുമെന്നതൊരു സമ്മർദ്ദ തന്ത്രമാകാം. അത് PC ചാക്കോയെ അനുകൂലിക്കുന്നവർ തന്നെയാണ് ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ അറിവോടെ കുട്ടനാട് സീറ്റ് സ്വന്തമാക്കാനുള്ള സമ്മർദ്ദ നീക്കം എന്ന് വേണം അതിനെ കാണാൻ. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.